എപ്പോഴും ഭഗവാനെ പറ്റി പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഭഗവാൻ എന്നത് ആരെയാണ്? യഥാർത്ഥത്തിൽ ഭഗവാനല്ല, ദേവിയാണ്. ഈ ദേവി എന്ന് പറഞ്ഞ ആദിപരാശക്തിയാണ്. ഈ ആദിപരാശക്തിയിൽ നിന്നാണ് എല്ലാം വന്നത്. ഞാനൊരു സ്ത്രീയാണ്. എനിക്കിപ്പം തന്നിരിക്കുന്നത് സ്ത്രീയുടെ അവതാരമാണ്. അപ്പൊ ആദിശക്തി ഡയറക്റ്റായിട്ട് വന്നത് തന്നെയാണ്. പക്ഷെ ആ സ്ത്രീയുടെ സംസാരിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ശക്തി കാണും, ആ പുരുഷ ശക്തി കാണും. സ്ത്രീ ശക്തിയുടെ കൂടെ ഒരു പുരുഷ ശക്തി ഉറപ്പായിട്ട് കാണും. അപ്പൊ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ദേവൻ എന്നുള്ള ഇതിൽ പുരുഷ ശക്തിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ 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 എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ശരിക്കും സ്ത്രീ ശക്തിയും പുരുഷ ശക്തിയും ഒന്നാണ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇത് വന്നത് ആദിപരാശക്തിയാണ്. അതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ആദിപരാശക്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നതും. പക്ഷെ ആ ആദിപരാശക്തി എന്ത് പറഞ്ഞാലും പുരുഷ ശക്തിക്കാണ് സ്ഥാനവും ഇതും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്.